പാമ്പ് കടിച്ചിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് അവരുടെ കാലിലോ എവിടെയാ കടിച്ചതെന്ന് വെച്ചാൽ 99% ആൾക്കാരെയും കാലിലോ കയ്യിലോ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ടൈറ്റ് ആയിട്ട് ഒരു തുണിക്കഷ്ണം വെച്ച് അവർ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പലപ്പോഴും കാല് മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഗുണത്തിന് പകരം ദോഷമാണ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതൊരു ആചാരം പോലെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് സർ, ഇപ്പം ഒരു പാമ്പ് കടി വെച്ചാൽ അതിന്റെ ആ ബൈറ്റ് മാർക്ക് കാലിലുണ്ടാവില്ല. ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും 2 മാർക്ക് കാണുമ്പോൾ സർ ഇത് എന്തായാലും പാമ്പാണ്. പി.കെ. ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഫിസിഷ്യൻസ് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ നേഹ, പി.കെ. ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എമർജൻസി മെഡിസിൻ വിഭാഗം ജൂനിയർ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വേൾഡ് എമർജൻസി മെഡിസിൻ ഡേ ആണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് പി.കെ. ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഫിസിഷ്യൻസ് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ നേഹ. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കേസാണ് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്, അഥവാ പാമ്പ് കടി. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം പാമ്പ് കടിച്ചിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് അവരുടെ കാലിലോ എവിടെയാ കടിച്ചതെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു ടൈറ്റ് ആയിട്ട് ഒരു തുണിക്കഷ്ണം വെച്ച് അവർ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം ശരിക്കും അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണോ, അല്ലെങ്കിൽ ഇപ്പം അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് സാറിന് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? തീർച്ചയായും നേഹ ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഇഷ്ടംപോലെ പാമ്പ് കടിയായിട്ട് പേഷ്യൻസ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാറുണ്ട്. 99% ആൾക്കാരെയും കാലിലോ കയ്യിലോ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ എന്തെങ്കിലും മുറുക്കി ഒരു തുണി കൊണ്ട് എന്തെങ്കിലും കൊണ്ട് കെട്ടി വെക്കാറുണ്ട്. അപ്പോൾ എന്താ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പലപ്പോഴും അങ്ങനെ മുറുക്കെ കെട്ടുമ്പോൾ അവിടെയുള്ള രക്തയോട്ടം കുറയുകയും അങ്ങോട്ട് വിഷം കയറി ചെല്ലാന്ന്, സിസ്റ്റമിക്കായിട്ട് വിഷം ഉണ്ടാവത്തില്ല എന്നാണ് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ കാലിൻ്റെ അറ്റത്ത് നമ്മൾ നല്ല മുറുക്കെ കെട്ടിയാൽ കാൽപാദത്തിലോട്ടുള്ള രക്തയോട്ടം മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പലപ്പോഴും കാല് മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഗുണത്തിന് പകരം ദോഷമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇതൊരു ആചാരം പോലെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ആദ്യം ചെയ്യുന്ന കാര്യം ഒരു തുണി കൊണ്ട് എന്തെങ്കിലും കൊണ്ട് അങ്ങ് കെട്ടി വെക്കുക എന്നുള്ള കാര്യം. ഇപ്പം നിങ്ങൾക്ക് കെട്ടണമെന്ന് അത്ര ഉറപ്പാണെങ്കിൽ, അല്ലെങ്കിൽ അത് കെട്ടിയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം. പക്ഷേ ഒരു വിരലിൻ്റെ ഗ്യാപ്പിൽ തുണി കൊണ്ട് കെട്ടുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും ടൈറ്റ് ആവത്തില്ല, അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ മൊത്തത്തിൽ കുറഞ്ഞു പോകാതിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ പലപ്പോഴും കാണാറുള്ളത് ഈ മുറിവിന് കൂടുതൽ ആ മുറിവിൽ നിന്ന് ഈ വിഷം സക്ക് ചെയ്തെടുക്കാനും മുറിവ് ഇന്ന് കുറേ ബ്ലഡ് കളയാനൊക്കെ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അണലി പോലത്തെ പാമ്പാണ് കടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ മുറിവ് ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും അമിത രക്തസ്രാവം ഉണ്ടാവാനും നമ്മുടെ രോഗിക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊന്നും യാതൊരു സയന്റിഫിക് ബേസിസും ഇല്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ആ രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ സാർ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കാണുന്നതാണ് അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്നത് പാമ്പ് കടി ഏറ്റിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് സാറ് പറഞ്ഞ് നന്നായിട്ട് അതിൻ്റെ കാരണം എല്ലാം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് സർ, ഇപ്പം ഒരു പാമ്പ് കടി വെച്ചാൽ അതിൻ്റെ ആ ബൈറ്റ് മാർക്ക് കാലിലുണ്ടാവില്ല, കാലിലാണ് എവിടെ കടിച്ചെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് നമുക്കത് വിഷമുള്ള പാമ്പാണോ അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പാണോ കടിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റുമോ സർ? ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും 2 മാർക്ക് കാണുമ്പോൾ സർ ഇത് എന്തായാലും പാമ്പാണ്, പാമ്പ് തന്നെയാണ് കടിച്ചത്. അപ്പം നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും കണ്ടില്ല സാർ, പക്ഷെ 2 കുത്ത് കണ്ടല്ലോ, അപ്പോൾ അതെന്തായാലും പാമ്പ് തന്നെയായിരിക്കും കടിച്ചതെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇനി പലപ്പോഴും പലരും പറയാറുള്ളത് ഇത് വിഷമുള്ള പാമ്പ് തന്നെയാണ് കടിച്ചിട്ടുള്ളത്. 2 മാർക്ക് ഉണ്ടെങ്കിൽ അത് എന്തായാലും വിഷമുള്ള പാമ്പെന്ന് പലരും ഉറപ്പിക്കാറുണ്ട്. ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒരു സയന്റിഫിക് ബേസിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ കാല് വെച്ച് കൊടുത്ത് പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞ് പാമ്പ് കടിക്കുന്നില്ലല്ലോ. ഒരു വെപ്രാളത്തിൽ പാമ്പ് കടിക്കുകയും പാമ്പ് പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു, നമ്മൾ കാല് വലിക്കുന്നു, ചിലപ്പോൾ ഒരു സ്ക്രാച്ച് ആയിരിക്കും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഈ പറയുന്ന വിഷമുള്ള പല്ലുകൾ, ഫാങ്സ് എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് അങ്ങനെ ഈ 2 മാർക്കിന് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരിക്കലും അതിനൊരു അടിസ്ഥാനമില്ല പലപ്പോഴും. അപ്പോൾ ഒരു കാര്യം, പാമ്പ് തന്നെ കടിച്ചെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. രണ്ടാമത് വിഷപ്പാമ്പ് തന്നെ കടിച്ചെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വിഷമുള്ള പാമ്പുകളുമുണ്ട്, വിഷമില്ലാത്ത പാമ്പുകളുമുണ്ട്. നമ്മുടെ ഒരു സർവേ എടുക്കുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ 70% വിഷമില്ലാത്ത പാമ്പുകളാണ് പലപ്പോഴും ആൾക്കാരെ കടിക്കാറുള്ളത്. ഇനി വിഷമുള്ള പാമ്പ് തന്നെ കടിച്ചാലും അതിലൊരു മെജോറിറ്റിയും വിഷം ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ബൈറ്റ് മാർക്ക് കണ്ടിട്ട് നമുക്ക് ഒന്നും ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ്. പേഷ്യൻസ് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, ആ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ,
അവയവങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കാര്യം നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പം ആ പേഷ്യന്റ് ഇപ്പം പാമ്പ് കടി ഏറ്റ ആള് അയാൾ ഭയങ്കര പാനിക് ആയിരിക്കും. പൊതുവെ എന്തെങ്കിലും ഒരു കടിയേറ്റ ഒരാൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ സർ ഈ കൂടെ ഇപ്പൊ ഒരു സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാഥമികമായി എന്താണ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് എന്ന് പറയാം സർ? അതെനിക്ക് തോന്നുന്നു നമുക്ക് പലപ്പോഴും ഒരു പാമ്പ് കടിച്ചാൽ, ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരു പാമ്പ് കടിച്ചാൽ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി നമ്മൾ പാനിക്കാവും. നമ്മൾ ചിലപ്പോൾ ഓടും പെട്ടെന്നുള്ള അടുത്തുള്ള ആശുപത്രിയിൽ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചാൽ എനിക്കറിയാം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തണമെന്ന്. അപ്പം ഞാൻ ചിലപ്പോൾ ഓടിയായിരിക്കും ആശുപത്രിയിൽ പോകുന്നത്. നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുമ്പോഴും നമ്മൾ പാനിക് ആകുമ്പോഴും നമ്മൾ ആങ്ഷ്യസ് ആകുമ്പോഴും നമ്മുടെ സർക്കുലേഷൻ ഭയങ്കര സ്പീഡിലാവും. സോ ദാറ്റ് ആ ഒരു ബ്ലഡിലൂടെയുള്ള വിഷം പെട്ടെന്ന് തന്നെ എല്ലായിടത്തും എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അയാളെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അയാളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക, അയാൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ ഈ പാമ്പ് കടിയേറ്റ ഭാഗം ഇപ്പോൾ കാലാണെങ്കിലോ കൈ ആണെങ്കിലോ അതിനെ അനക്കാതെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതൽ സർക്കുലേഷൻ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാനുള്ള ഒരു ഒടിവ് വന്ന കൈ എങ്ങനെയാണോ നിങ്ങൾ കൊണ്ടുപോകാറുള്ളത് അതുപോലെ ഇമ്മൊബിലൈസ് ചെയ്ത് അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. പാമ്പ് കടിയേക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആൾക്കാർ ഈ പാമ്പിൻ്റെ പിറകെ പോകും. രോഗി അവിടെ കളഞ്ഞിട്ട് പാമ്പിൻ്റെ പിറകെ പോകും. പാമ്പിനെ കണ്ടുപിടിക്കണം, എൻ്റെ പാമ്പിനെ തല്ലിക്കൊന്നിട്ട് നമുക്കൊരു കുപ്പിയിലോ എന്തെങ്കിലും ആക്കി നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ പാമ്പ് ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കാമെന്നാണ് അവർ വിചാരിക്കാറുള്ളത്. ഇത് ഞാൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ടൊരിക്കൽ ഇവിടെ പാമ്പ് കടിച്ചു, ഒരു കുപ്പിയിൽ ഒരു പാമ്പിനെ കൊണ്ടുവന്നു. അത് വിഷമില്ലാത്ത പാമ്പായിരുന്നു. പക്ഷേ രോഗിക്ക് വിഷം ഉള്ളിൽ ചെന്ന എല്ലാ സിംറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പാമ്പിനെ വെച്ചിട്ടല്ല ആളെ ചികിത്സിക്കുന്നത്. പാമ്പിനല്ല നമ്മൾ ചികിത്സിക്കുന്നത്, നമ്മൾ രോഗിയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ പലപ്പോഴും രോഗിക്ക് എന്താണോ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ആ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ചികിത്സ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പാമ്പിൻ്റെ പിറകെ പോകാനോ പാമ്പിനെ തല്ലിക്കൊല്ലാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. രോഗിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അയാൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക. മാത്രമല്ല പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ അല്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി അതൊന്നും റെക്കമെൻഡേഷൻ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് മാത്രമേ നമ്മൾ എപ്പോഴും ചെയ്യാൻ പാടുള്ളൂ. താങ്ക് യു സർ. അപ്പോൾ പ്രാഥമികമായി ഒരു പാമ്പടി ഏറ്റാൽ അയാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ സാറ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് സർ, ഈ ആന്റി സ്നേക്ക് വെനത്തിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ പിന്നെ അതിനെപ്പറ്റി നമ്മുടെ ഭാഗത്തുനിന്ന് ആസ് എ ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പം ഈ ആന്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത് എന്താണ് സർ? അതിനെപ്പറ്റി ഒന്ന് വിശദമായി ഒന്ന് പറയാമോ? ആന്റി സ്നേക്ക് വെനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അണു, അതായത് ആന്റിജൻ എന്ന് പറയും, നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള ഘടകങ്ങൾ, നമ്മൾ ആന്റിബോഡി എന്ന് പറയുന്ന ഘടകങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമ്മളുടെ സാധാരണ രീതിയിലുള്ള പ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇതേ പ്രക്രിയ തന്നെ നമ്മളുടെ മനുഷ്യനെ പോലെയുള്ള ബാക്കി മൃഗങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ആന്റി സ്നേക്ക് വെനം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ പാമ്പിൻ്റെ വിഷം ചെറിയ തോതിൽ നമ്മൾ ഇതുപോലത്തെ, അതായത് മനുഷ്യന് സാമ്യമുള്ള അല്ലെങ്കിൽ മനുഷ്യനെ പോലെയുള്ള ബാക്കി മൃഗങ്ങളിൽ, നമ്മൾ ഉപയോഗിക്കുന്നത് കുതിരയോ കുരങ്ങോ അതുപോലെയുള്ള മൃഗങ്ങളിൽ ചെറിയ തോതിൽ കുത്തിവെക്കും. ആ കുത്തിവെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതിനെതിരെയുള്ള ഘടകങ്ങൾ ഉണ്ടാവും അവരുടെ ശരീരത്തിൽ, ആൻറ്റിബോഡീസ് ഉണ്ടാവും. ആ ആൻറ്റിബോഡീസ് അവരുടെ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് ആ ആൻറ്റിബോഡീസിനെ വേർതിരിച്ചെടുക്കും. ആ വേർതിരിച്ചെടുക്കുന്ന ആൻറ്റിബോഡീസ് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ആ ഘടകങ്ങൾ മാത്രമായിട്ട് നമ്മൾ എടുക്കും. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഘടകങ്ങൾ എടുക്കുന്നതിൻ്റെ ഒപ്പം ഈ മൃഗങ്ങളുടെയും ചെറിയ പ്രോട്ടീൻസ് നമ്മൾ പറയും, അതും അതിൻ്റെ ഒപ്പം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ് ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുമ്പോൾ അലർജി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിക്കും. അത് ഈ മൃഗങ്ങളുടെ പ്രോട്ടീനുകൾ കൊണ്ട്, അതായത് നമുക്ക് എത്രയൊക്കെ നമ്മൾ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഉൽപ്പാദിപ്പിക്കുന്ന രീതി അതുപോലെ ആയതുകൊണ്ടാണ് നമുക്കത് മുഴുവനായിട്ട് ശുദ്ധീകരിച്ച് എടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളുടെ പ്രോട്ടീൻസ് ഘടകങ്ങളുള്ളത് കാരണമാണ് ഈ അലർജിക് റിയാക്ഷൻസിനുള്ള സാധ്യതയുള്ളത്. സർ, ഇപ്പോൾ ആന്റി സ്നേക്ക് വെനത്തിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പം ഇത് ഓരോ തരം പാമ്പിന് വേറെ വേറെ ആന്റി സ്നേക്ക് വെനം ആണോ, അല്ലെങ്കിൽ ഇന്ന പാമ്പിന് ഇങ്ങനെ ഉണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടോ സർ? അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അത് നമ്മൾ ഈ ആൻറ്റി സ്നേക്ക് വെനം ഉൽപ്പാദിപ്പിക്കുന്ന രീതി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ പാമ്പിനനുസരിച്ചായിരിക്കണം നമ്മൾ ആൻറ്റി സ്നേക്ക് വെനം ഉൽപ്പാദിപ്പിക്കേണ്ടത്. പക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഓരോ പാമ്പിന് വേണ്ടിയും നമ്മൾ ആൻറ്റി സ്നേക്ക് വെനം ഉണ്ടാക്കിയാൽ എത്ര രീതിയിലുള്ള അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ആൻറ്റി സ്നേക്ക് വെനം വേണ്ടി വരും നമുക്ക്. ഇന്ത്യയിൽ ഉപയോഗത്തിലുള്ളത് 4 പ്രധാന പാമ്പുകൾക്കെതിരായിട്ട് ഉള്ള ഒരു കോമ്പിനേഷനുള്ള ആൻറ്റി സ്നേക്ക് വെനമാണ്. അതിൽ 1 മൂർക്കൻ, കോബ്ര എന്ന് പറയുന്ന മൂർക്കൻ, 2 ക്രെയ്റ്റ്, നമ്മൾ വെള്ളിക്കെട്ട് എന്ന നാട്ടിൽ പറയുന്ന ക്രെയ്റ്റ്,
3 റെസൽസ് വൈപ്പർ, നമ്മൾ അണലി എന്ന് പറയുന്ന റെസൽസ് വൈപ്പർ, 4 ചുരുട്ടുമണ്ടലി എന്ന് പറയും, അതായത് സോസ്കെയിൽ വൈപ്പർ. ഈ 4 പാമ്പുകൾക്കെതിരായിട്ടാണ് നമ്മൾ നമ്മുടെ ആന്റി സ്നേക്ക് വെനം ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ സംസാരിച്ചതാണ് പാമ്പിനനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് പാടിനനുസരിച്ചോ നമുക്കത് വിഷ അംശമുള്ള പാമ്പാണെന്നുള്ളത് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ പേഷ്യൻ്റ് അങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പേഷ്യൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പേഷ്യൻ്റ് ചികിത്സ കൊടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് ചില പാമ്പുകൾ നമ്മുടെ പാലക്കാട് ഏരിയയിൽ ഇപ്പോൾ ഈ കഥാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഈ ഹംനോസ്പിറ്റോ പറയുന്നത് മുഴുമൂക്കൻ ചുരുട്ടുമണ്ടലി, അത് ഈ നാട്ടിൽ ഇതാ പറയുന്നത്, പല നാട്ടിലും പല പേരുകളാണ് പല പാമ്പിനും ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കറക്റ്റ് ആ പേര് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാത്തത്. അപ്പം ഈ പാമ്പ് കടിച്ച് ഇഷ്ടംപോലെ പേഷ്യൻസ് ഇവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ പലപ്പോഴും ചോദിക്കാറുള്ളത് ഈ പാമ്പ് കടിച്ചാൽ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കാൻ പറ്റുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് പല ഗൈഡ് ലൈൻസും പല തിയറീസും ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് നമുക്ക് ഈ പാമ്പ് കടിച്ചതാണെന്ന് നമുക്ക് പലപ്പോഴും ഉറപ്പിക്കാൻ പറ്റാറില്ല. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചു, അവരവിടെ തപ്പിയിട്ട് ഒരു പാമ്പിനെ പിടിച്ചുകൊണ്ട് വരികയാണ്, ഈ പാമ്പ് തന്നെയാണ് ഇയാളെ കടിച്ചത് നമുക്ക് ഉറപ്പൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള സാധനം ആൻറ്റി സ്നേക്ക് വെനമാണ്. പക്ഷെ അത് ഈ ഹംനോസ് പിറ്റ് വൈപ്പറിനെതിരെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഹംനോസ് പിറ്റ് വൈപ്പർ കടിച്ചിട്ടാണ്, ഈ മുഴമുക്കൻ ചുരുട്ടുമണ്ടൽ കടിച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇഷ്ടംപോലെ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. സിംറ്റമാറ്റിക് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഈ പേഷ്യൻസിന്. മാത്രമല്ല ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ഈ ASV ആവശ്യമാണെങ്കിൽ കൊടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. സാർ, അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാമ്പ് കടി ഏറ്റാൽ? എന്തൊക്കെയായിരിക്കും? നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടുവരുന്ന വിഷകരമായ പാമ്പുകളിൽ 2 കാറ്റഗറിയാണ് പലപ്പോഴും ഉള്ളത്. ഒന്ന് ഹീമോടോക്സിക്കും, മറ്റൊന്ന് ന്യൂറോടോക്സിക്കും. ഹീമോടോക്സിക് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ആ ഒരു അവസ്ഥയാണ് ബാധിക്കുന്നത്. ന്യൂറോടോക്സിക് എന്ന് പറയുമ്പോൾ നമ്മൾ നാഡീ ഞരമ്പുകളാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആൻറ്റി സ്നേക്ക് വെനം ഈ 2 കാറ്റഗറിയിലുള്ള പാമ്പിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 4 പാമ്പിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂറോടോക്സിക് ആണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇടയ്ക്ക് വെച്ചൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടി പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകുന്നു, കണ്ണടഞ്ഞു പോകുന്നു, ഉറങ്ങിപ്പോകുന്നു, ഭയങ്കര ക്ഷീണം. ഡോക്ടർ സനത്തിൻ്റെ ഡ്യൂട്ടി ടൈമിലാണ് കുട്ടി വന്നത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്താണ് ഈ കുട്ടിക്ക് പറ്റിയെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് കുട്ടിയുടെ ഹിസ്റ്ററിയും എക്സാമിനേഷനൊക്കെ ചെയ്യുമ്പോൾ പരിശോധിച്ചപ്പോൾ ഒരു ബൈറ്റ് മാർക്ക് ഉണ്ട് നമുക്ക്. അത് ആക്ച്വലി ഒരു വെള്ളിക്കെട്ടം കടിച്ചതാണ്. അത് ക്രൈറ്റ് ബൈറ്റ് ആയിരുന്നു. ഈ ക്രൈറ്റ് ബൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ബൈറ്റ് മാർക്കൊന്നും കാണണം എന്ന് നിർബന്ധമില്ല, വളരെ സൈലൻറ്റ് ബൈറ്റ് ആയിരിക്കും. കുട്ടി പോലും അത് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ് അന്ന് സംഭവിച്ചത്. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ASV ഒക്കെ കൊടുത്തപ്പോൾ കുട്ടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, ആൻറ്റി സ്നേക്ക് വെനം കൊടുത്തപ്പോൾ. അപ്പോൾ ഇങ്ങനെയും പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ന്യൂറോടോക്സിക് എൻവെനമേഷനിൽ പലപ്പോഴും കണ്ണടഞ്ഞു പോവുക, കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാൻ പറ്റാതാവുക, ശ്വാസം എടുക്കാൻ പറ്റാതാവുക, അങ്ങനെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻസിനെയും നമ്മുടെ റെസ്പിറേറ്ററി ഫംഗ്ഷൻസിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾ ആ ആൾക്കാരെയൊക്കെ വെന്റിലേറ്റ് ചെയ്യാറുണ്ട്, വാലിക്ക് ട്യൂബ് ഇട്ട് വെന്റിലേറ്ററിലാക്കിയിട്ട് ചികിത്സയൊക്കെ കൊടുക്കാറുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് മെയിൻലി കാണുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ കാണുന്നത് ഹീമോടോക്സിക് ആണ് അല്ലേ? ഹീമോടോക്സിക്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും യൂഷ്വലി? ഹീമോടോക്സിക് നമ്മൾ ഈ വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്നേക്ക് വെനം ആക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ്ങിനുള്ള ടെൻഡൻസി കൂട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കട്ട പിടിക്കുന്നതിനുള്ള സാധ്യത കൂട്ടുന്നതായിരിക്കാം. അപ്പോൾ അത് 2 രീതിയിലും വേണമെങ്കിൽ ആക്ട് ചെയ്യാം. അതായത് സ്ട്രോക്ക് പോലെയുള്ള, അതായത് രക്തം കട്ട പിടിച്ച് സ്ട്രോക്കോ MIO പോലെയുള്ള, അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതായത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങുന്ന രീതിയിൽ ഉണ്ടാവാം. അതല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുന്ന രീതിയിലേക്കും ഇത് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷബാധ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിനെ പ്രതിരോധിക്കുന്ന ഒരു പടച്ചട്ട പോലെയാണ്. മനസ്സിലായോ? ഈ വെനം അകത്ത് കയറി നമ്മളുടെ അവയവങ്ങളെ ബാധിച്ചതിന് ശേഷം ഈ ആൻറ്റി സ്നേക്ക് വെനത്തിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഈ ഒരു വിഷബാധ ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഹീമോടോക്സിക് ആയിട്ടുള്ള സ്നേക്ക്, അതായത് ഈ രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയ ബാധിക്കുന്ന സ്നേക്കുകൾ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വെച്ചാൽ മിക്കവാറും കേസുകളിൽ അതിന്റെ ചുറ്റും, അത് കടിച്ച പാടിന് ചുറ്റും നല്ല രീതിയിൽ നീരും, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കുക, ബ്ലഡ് അവിടെ നിന്ന് ഇഷ്ടം പോലെ പോവുക, ഇതൊക്കെ തന്നെയാണ് യൂഷ്വലി വരുന്നത്. പിന്നെ പലപ്പോഴും വലിയ രക്തസ്രാവം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് അബ്ഡോമൻ ബ്ലീഡിങ്, ഇൻട്രാ അബ്ഡോമൻ ബ്ലീഡിങ്ങും, അങ്ങനെ പല ഏത് രീതിയിൽ വേണോ എത്താം ബ്ലീഡിങ്. ബട്ട് സ്റ്റിൽ പലപ്പോഴും കാണാറുള്ളത് ആ ലോക്കൽ സൈറ്റിലുള്ള നീരും അവിടെ നിന്നുള്ള ബ്ലീഡിങ്ങും തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ 2-3 ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും.
അതിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് നോക്കുന്ന ഒരു 20 മിനിറ്റ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്നൊരു ടെസ്റ്റാണ്. 20 മിനിറ്റ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് ബ്ലഡ് എടുത്തിട്ട് അത് ക്ലോട്ട് ആവുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കും. ആ 20 മിനിറ്റ് നോക്കിയിട്ട് ക്ലോട്ട് ആയില്ലെങ്കിലാണ് നമ്മൾ പലപ്പോഴും ഈ ആൻറ്റി സ്നേക്ക് വെനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ അറിയണത് ഒരാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് പലപ്പോഴും കൊണ്ടുവന്ന് അവരെ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ സാറ് പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ക്രേറ്റ് പോലെ, അതായത് വെള്ളിക്കെട്ടൻ പോലെയുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയണം തന്നെയില്ല. അതിനീ പറഞ്ഞ പോലെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഈ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നീരോ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആദ്യം ചിലപ്പോൾ കുട്ടി പറയുന്നത് വയറുവേദനയും ഒരു ഛർദിയും മാത്രമായിരിക്കാം. മനസ്സിലായോ? അതുപോലും നമ്മൾ അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിനാരിയോ, അതായത് ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് തോന്നണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എമർജൻസി വന്നാൽ മാത്രമേ നമുക്കതിനു വേണ്ടി കൃത്യമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആളുടെ ജീവന് തന്നെ ഒരുപാട് ഹാനി വരാനുള്ള സാധ്യതയുണ്ട്. സർ, അപ്പം നമ്മളിപ്പോൾ കാണുന്നതാണ് കുറച്ച് ഉള്ളോട്ടൊക്കെ ഉള്ള പ്രദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പാമ്പ് കടി വെച്ചാൽ അവർ നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് അത് ഭയങ്കര അതിൽ രക്ഷപ്പെടാറുണ്ട് ആൾക്കാർ. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ അത് തീർച്ചയായും ഈ ആൾക്കാർ രക്ഷപ്പെടാറുണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്കും ഒരു ഡൗട്ട് വന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ ഒരു മാത്തമെറ്റിക്സിന്റെ കളിയാണ് സത്യം പറഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 70% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ്. അപ്പോൾ ഒരു നാട്ടുവൈദ്യൻ്റെ അടുത്ത് പോയാലും അവർ ഈ പച്ചമരുന്നൊക്കെ വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം അത് വിഷമില്ല. അവരെ ഒന്നും ചെയ്തില്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ പലപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ പേഷ്യൻസിനെ കിട്ടാറുണ്ട്. എങ്ങനെയാ ഈ നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് പോയതിന് ശേഷം അവിടെ 2-3 ദിവസം ചികിത്സിച്ച് ആളെ ഏതാണ്ട് മരിക്കാറാവുന്ന അവസ്ഥ എത്തുമ്പോൾ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. ഡോക്ടർ സനിത്ത് നേരത്തെ പറഞ്ഞ പോലെ ASC അപ്പോൾ തുടക്കത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് വളരെ വൈകിയാണ് നമ്മൾ ASC കൊടുക്കുന്നത്. പല സ്നേക്ക് ബൈറ്റ്സിലും കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ രോഗികൾക്കാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നാട്ടുവൈദ്യത്തിനടുത്ത് പോകുമ്പോൾ എന്തുകൊണ്ട് ഇത് ശരിയാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് സിമ്പിൾ മാത്സ് ആണെന്ന് തോന്നുന്നു, മാത്തമെറ്റിക്സിന്റെ കണക്കാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വിഷമുള്ള പാമ്പ് കടിച്ചാൽ പോലും ഏതാണ്ട് 30% കൂടുതൽ ബൈറ്റുകൾ വിഷം അകത്തേക്ക് ചെല്ലുന്നില്ല ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ കാര്യം ഒരു അണലീനെയും കൊണ്ടല്ലേ, അണലിയാണ് കടിച്ചതെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ വിഷം ഉള്ളിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ ചികിത്സകളെല്ലാം ഫലിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുക. അതാണ് ഈ അതെ, അണലി കടിച്ചു, ആള് രക്ഷപ്പെട്ടു, അങ്ങനെയായിരിക്കും അവസാനം പുറത്തു വരുന്ന കാര്യങ്ങൾ. പക്ഷേ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടാവത്തില്ല. നമുക്ക് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടോക്സിക്കോളജി യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 24/7 ആൻറ്റി സ്നേക്ക് വെനം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ടോക്സിക്കോളജി യൂണിറ്റ്. അതിപ്പോൾ വെന്റിലേറ്റ് ചെയ്യട്ടെ, പേഷ്യൻസിന് എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ഒരു സമഗ്രമായ ഒരു ടോക്സിക്കോളജി യൂണിറ്റ് തന്നെ എമർജൻസി മെഡിസിനുമായിട്ട് ചേർന്ന് ജനറൽ മെഡിസിൻ വിഭാഗത്തിലും എല്ലാവരും നെഫ്രോളജി അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിൻ്റെ ഒരു ടോക്സിക്കോളജി യൂണിറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പരിസരത്തുള്ള കേസസ് എല്ലാം ആൾക്കാർക്കെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ഡൗട്ട്സിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. താങ്ക് യു സർ. അപ്പം നമുക്ക് ഇപ്പം കോമൺ ആയിട്ടുള്ളൊരു സ്നേക്ക് ബൈറ്റ് വന്നാൽ എന്തൊക്കെ ചെയ്യണം, പ്രാഥമികമായി എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരേണ്ട അതിൻ്റെ അത്യാവശ്യകത എല്ലാം സാറ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എല്ലാ ഡൗട്ടും നമുക്ക് സാർ നന്നായിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സർ. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. താങ്ക് യു.